എൻ്റെ എല്ലാ രീതിയിലുള്ള കള്ളത്തരങ്ങളും എന്നേക്കാളും നന്നായിട്ട് എൻ്റെ പാർട്ട്ണർക്ക് അറിയാം. ഇല്ല, എനിക്ക് തോന്നുന്നു എടാ ഇത് പണി കിട്ടിയല്ലോ, ഒരു ആവേശത്തിന് അങ്ങ് പറഞ്ഞതാ. ഇല്ല, ഞാൻ ചെറിയ കള്ളത്തരമൊക്കെ കാണിക്കാറുണ്ട്. മേരി പിന്നെ അംഗനവാടി പഠിക്കുന്ന കുട്ടികളെ പോലെ വെറുതെ പോയിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ മേരി അത് അങ്ങനെയല്ലടി, ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളത് വിശ്വസിക്കും. ഇനി വിശ്വസിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചു പറയും. പറഞ്ഞിട്ട് പോയാ മതി. അന്ന് മെസ്സേജ് അയച്ചില്ല. ഇല്ല, അങ്ങനത്തെ കുൽസിത പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തോ ഉണ്ട് കേട്ടോ. നീ എനിക്ക് അയച്ച മെസ്സേജ്, ആ മെസ്സേജിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ, അത് സീരിയസ് ആയിട്ട് അയച്ചായിരുന്നോ? സത്യമായിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ചുമ്മാ പറയുന്ന എല്ലാത്തിലും പറയുന്നേ. ഇല്ല, ഞാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ അതങ്ങനെ സീരിയസ് അല്ല, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. എന്തിനിങ്ങനെ പേടിപ്പിക്കുന്നേ? ഇപ്പൊ തന്നെ നാഗവല്യാന്ന് തുടങ്ങി. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇതിൽ മീരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വീട്ടിൽ പോയിട്ട് ചെകഞ്ഞെടുത്തോളാം. ഇനി ടാസ്ക് വരുന്നത് മീത്തിനാണ്. ഈസി ഉള്ളത് തരണം. പക്ഷെ കേൾക്കുമ്പോ സന്തോഷാവും. അതായത് ഒരാളെ പ്രപ്പോസ് ചെയ്യണം, പക്ഷെ അതൊരു സ്ത്രീ ആയിരിക്കണം, സ്വന്തം ഭാര്യ ആയിരിക്കരുത്. ഈ കൂട്ടത്തില് അതായത് മറ്റുള്ളവരുടെ എനിക്കും വേണം ഈ ടാസ്ക്. മറ്റൊരാളുടെ ഭാര്യമാരല്ലേ പ്രപ്പോസ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. കല്യാണം കഴിക്കാത്ത നമ്മുടെ ആങ്കറുടെ കല്യാണം കഴിഞ്ഞാൽ പ്രപ്പോസ് ചെയ്താൽ കൊള്ളാം. ഇതിന് ഒരു TG രവി പറഞ്ഞ പോലെ നമ്മുടെ ടീം പോയിന്റ്. ഓൾ ദി ബെസ്റ്റ് പ്രോമി. എന്റെ ജീവിതത്തിൽ ശരിക്കും വരാൻ പോകുന്ന പ്രപ്പോസലിന്റെ രാശി തകർക്കരുത്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീരും പൂക്കൾ, ഏതേതോ കണ്ണും എങ്ങോ തമ്മിൽ കോർക്കുന്നേ, ആരാരും മണ്ണും മിണ്ടാതെല്ലാം തമ്മിൽ ചൊല്ലുന്നേ, ഞാനൊന്നും കണ്ടിട്ടില്ലെങ്കും ഞാനാടും തത്തമ്മേ, എന്തേലും കണ്ടിട്ടുണ്ടേലെങ്കും പോയി പാടല്ലേ. പ്രപ്പോസലാ. നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ നിധു, അലയുകയല്ലോ. ഇവിടെ വന്നപ്പോ നിധു ഒരു ഡയലോഗ് പറഞ്ഞു. എന്തായിരുന്നു അത്? ഞാൻ മറന്നുപോയി. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് 5 വയസ്സായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, നിധു ഐ ലവ് യു. എനിക്കും കൂടെ ഒന്ന് പറയാനൊരു അവസരം തരണം. എന്റെ കഴിയട്ടെ നിധു, ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയാ. ഒരിക്കലും കല്യാണം കഴിക്കരുത്. 2-3 വയസ്സ് താഴെയുള്ളവരെ കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു നല്ല ഗ്യാപ്പിൽ വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ will you marry me? അച്ഛന്റെ പ്രായമുള്ള ഒരാളായിട്ട് ഞാനിത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.